ഹായ് വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ബീഫ് സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ബീഫ് സ്റ്റൂ തയ്യാറാക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. വേവിക്കാൻ പാകത്തിന് കഷണങ്ങളാക്കി മാറ്റി വയ്ക്കാം. ഇത് 1-ാം പാലാണ്. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കാം. ചട്ടി വെച്ച് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും അതുപോലെ തന്നെ വേപ്പിലയും ആഡ് ചെയ്ത് നന്നായിട്ട് വഴട്ടിയെടുക്കാം. സവാളയും വേപ്പിലയും നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ 2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മൈദ നമുക്ക് കറിക്കൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നെയ്യോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് 2-ാം പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1-ാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി നന്നായിട്ട് കുറുകി വരുന്ന നേരം കൊണ്ട് നമ്മൾക്ക് വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുകോരി എടുക്കാം. കറി കുറുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കുരുമുളകും ആഡ് ചെയ്താൽ നല്ല സ്വാദിഷ്ടമായ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.